നമ്മുടെ വിജയ് ആരാധകർക്കൊക്കെ ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്ന് അല്ലേ? ഇന്ന് ഇറങ്ങാനിരുന്ന സിനിമ സെൻസറിങ്ങിന്റെ പേരിൽ പോയി. ഞാനത് ആലോചിക്കായിരുന്നു. കാരണം ഈ ഒരു തിയേറ്ററിൽ ഞാൻ രാവിലെ വന്ന് ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങി. അല്ലെങ്കിൽ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഭാവന നടത്തുമായിരുന്നു. ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സമയം ജനനിമിടം ആവേണ്ട ഒരു ദിവസമായിരുന്നു. തീർച്ചയായിട്ടും രാവിലെ 6 മണി മുതൽ ഇവിടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ സമുദ്രം ആവേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ എന്താ പറയുക, ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഉള്ളൊരവസ്ഥയാണിത്. ഇനി വിജയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു വിജയ് കട്ട ആരാധകനല്ല. പക്ഷേ എൻ്റെ +2 കാലഘട്ടം മുതൽ കുറേ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിനെ മനോഹരമാക്കുന്നതിൽ വിജയ് എന്ന നടൻ്റെ സിനിമകളുടെ തമാശരംഗങ്ങളും പാട്ടുകളൊക്കെ വഹിച്ച പങ്ക് വളരെ ഇന്നും ഭയങ്കര നൊസ്റ്റാൾജിയോടെ കേൾക്കുന്ന ഒത്തിരി വിജയ് സിനിമകളുടെ പാട്ടുകളും സിനിമാ രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു നൊസ്റ്റാൾജി ഉണ്ട്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മോശം സിനിമകൾ പലതായിട്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം ഒരു നല്ല സിനിമകൾ ചെയ്തിട്ടില്ലെന്ന് ഞാൻ തുറന്നു പറയും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വിജയ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ആവേശം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവസാന സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പിന്നെ അതൊരു തെലുങ്ക് സിനിമയുടെ ഒരു റീമേക്ക് ആണെന്ന രീതിയിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരും കൺഫേം ചെയ്തില്ല. അവരും കൺഫേം കണ്ടാലല്ലേ ഇത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം മനസ്സിലായി അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ചിലർ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും സിനിമ ഇല്ല തീർച്ചയായിട്ടും. എന്നിരുന്നാലും വിജയുടെ ഒരു സിനിമയാണ്. നമുക്ക് അത്രത്തോളം നമ്മൾ കണ്ട് കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ ഒരു സിനിമയാണ്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെന്ന് എല്ലാം കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു തിയേറ്ററിലായിരുന്നില്ല ടിക്കറ്റ് കിട്ടിയത്, വേറൊരു തിയേറ്ററിലായിരുന്നു. അപ്പോൾ ഞാൻ പറയല്ലോ ഇത്രയും പറയുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ 5 മണിക്ക് ഞാനിങ്ങനെ വെറുതെ അപ്പോഴത്തേക്ക് എൻ്റെ മൊബൈലിൽ നിന്നൊരു ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഞാൻ വെച്ചാൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് 5 മണിക്ക് അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എടുത്തപ്പോഴത്തേക്കും കലണ്ടറിൽ ഇത് ചെയ്യുവാണ് 6 മണിക്ക് നിങ്ങളുടെ ജനനായകൻ സിനിമ ക്യാൻസലായി, സിനിമയുടെ റീഫണ്ടും കിട്ടി. പക്ഷേ നമ്മുടെ ഫോൺ അറിയാലോ, ആൻഡ്രോയിഡ് ഫോൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓൺലൈനിലെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് രജിസ്റ്റർ ആവും. അത് നമുക്ക് അലേർട്ട് ചെയ്യും. എനിക്കത് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് പറഞ്ഞുള്ള അവസ്ഥയായിപ്പോയി രാവിലെ. കാരണം വളരെയധികം ഇമോഷണലായി പോയൊരു അവസ്ഥയായിരുന്നു ഇന്ന് രാവിലെ. നമുക്ക് ജനനായകൻ നിങ്ങളുടെ ഷോ 6 മണിക്കാണ് ഇന്ന് തിയേറ്ററിൽ. സംഭവം അല്ലെങ്കിൽ പക്ഷേ അദ്ദേഹത്തിനോട് ചെയ്തത് ഇത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു.